എന്റെ ജീവിതമൊക്കെ ഏകദേശം തീർന്ന മട്ടാ. ഇനി ഞാനേ അധികകാലം ഒന്നും ഇങ്ങനെ പോവുകയില്ല. എനിക്ക് ഈ വിഷം കഴിക്കാൻ പേടിയായതുകൊണ്ടാ ഇങ്ങനെ വലിച്ചു കയറ്റുന്നേ. ഇതാകുമ്പോ സ്ലോലി സ്ലോലി നമ്മള് പോലും അറിയാതെ നമ്മളെ കൊല്ലുമല്ലോ. ആര് പറഞ്ഞു? ഒന്ന് വീണ് നോക്ക്. സകല ദൈവത്തിനെ വിളിച്ചു പോവും. ഒന്ന് കൊന്നതാന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കുടിച്ചു കുടിച്ച് കരള് പോയവരുടെ എത്ര കഥകൾ നിനക്ക് കേൾക്കണം. എന്താ നീ എന്നെ പേടിപ്പിക്കുകയാണോ? ഞാൻ ഇനിയും കുടിക്കും, ഇനിയും കുടിക്കും. ഇവിടെ ഇരുന്നാലല്ലേ ഈ സാരോപദേശം കേൾക്കേണ്ടി വരൂ. എന്താ കേറുന്നില്ലല്ലോ? ആര്? നീയല്ലേ കേറേണ്ടത്? എത്രയേട്ടാ? സ്റ്റെപ്പ് നോക്കി വെച്ച് മുകളിലേക്ക് പോ. താഴെ വീണ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും വീഴില്ല. ഇതിന്റെ എല്ലാം അധിപനായ രോഹിതാണ് ഞാൻ. എന്റെ കാലം അങ്ങനെ ഇങ്ങനെയൊന്നും തെറ്റില്ല. ഇതിപ്പോ നീ എന്നെ വീഴ്ത്തുമല്ലോ. ആ കുപ്പിങ്ങി തന്നെ. അങ്ങനെ ഇപ്പൊ വേണ്ട. രോഹിത്, ഓ ഇനിയിപ്പൊ എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. എല്ലാം ഇവള് ചെയ്യുമെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ? എടി, നീ കാര്യം അറിയാതെ നിന്നും ചലിക്കാതെ. ഇവൻ താഴെ വീഴാൻ പോയപ്പോ പിടിച്ചതാണോ ഇപ്പൊ കുറ്റമായത്? താഴെ വീഴാൻ പാകാക്കിയത് നീ തന്നെയല്ലേ? ദേ കിടക്കുന്നുണ്ട്. നീ തോളത്തെടുത്തോണ്ട് പോവോ വട്ടം പിടിച്ചോണ്ട് പോവോ എന്തെങ്കിലും ചെയ്യും. സുസ്മിത, കുടിപ്പിച്ചൊരു വഴിയാക്കിയിട്ട് നീ നിന്ന് ന്യായം പറയുന്നോ? അയ്യോ, സ്വന്തമായിട്ട് മോന്താൻ അറിയാത്തൊരു ഇള്ളവാവ കൊച്ച്. ഇവനിങ്ങനെ തൊണ്ട നിറയും വരെ കുടിക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ ഒറ്റ കുഴപ്പം കൊണ്ട് തന്നെയാ. നിന്റെ നടപ്പ് ദോഷം കൊണ്ട്. പറതങ്ക പറ, ആരാണ് എന്റെ വണ്ടിയിൽ അമ്മാതിരി പോക്കുരത്തിലൊക്കെ കാണിച്ചത്? എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല. അങ്ങനെ നീ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. സത്യം പറഞ്ഞ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഇല്ലേ നീ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കണം അല്ലടാ? അതെ, പറതങ്ക, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചേ? എന്നെ തല്ലരുത്. ഉള്ള കാര്യം പറഞ്ഞിട്ട് കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എന്തായാലും അക്കാര്യം ആലോചിച്ചിട്ടേ തങ്കച്ച വിഷമിക്കണ്ട. ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാം. ചേട്ടാ പറയടാ. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നീ കിടച്ചാവും. ബോഡിയിലെ എന്നെ കൊക്കയിലേക്ക് വലിച്ചെറിയും. കുറച്ചു ദിവസം ചോട്ടാ നേതാവിന്റെ പേരിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആളും ഉണ്ടാവും. പിന്നെ അതും അങ്ങ് നിൽക്കും. അതുകൊണ്ട് നീ ആ കളിക്ക് നിൽക്കണ്ട. എന്തായാലും എന്നാ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കിയിട്ട് മതിടാ ഇനിയുള്ള പോക്ക്.
നീ ഇനി ഈ ഭൂമിയിൽ വേണ്ട. ജീവൻ വേണമെങ്കിൽ പറയടാ. പറയടാ. വേണ്ട വിഷ്ണു, ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. പറയടാ. ബോസ് സാർ എൻ്റെ അടുത്ത് വന്ന് വിഷ്ണുവിന്റെ വണ്ടിയിൽ ആരും അറിയാതെ കുറച്ച് സ്പിരിറ്റ് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാ. ഞാൻ സമ്മതിച്ചില്ല. അതിന്റെ ചെറിയൊരു ചുരുക്ക് എന്നെ കാണുമ്പോൾ അവർക്കുണ്ട്.